വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏതു മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തൻ്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ചിന്തിക്കാനുള്ളത്. വിധി. വിധി എന്ന രണ്ടക്ഷരമുള്ള ഈ കുഞ്ഞി വാക്ക് ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യരൊക്കെ എങ്ങനെ സമാധാനം കണ്ടെത്തുമായിരുന്നെന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ വിധിയെന്ന് ആലങ്കാരികമായി പറയുമ്പോഴും ഏറെ പ്രതീക്ഷിച്ചിട്ടും ഏറെ പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ സ്വപ്നങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ വിധി എന്നല്ലാതെ എന്തു പേരിട്ട് വിളിക്കും? ആഗ്രഹിച്ചതും മോഹിച്ചതുമൊക്കെ കൺമുമ്പിൽ വെച്ച് തന്നിട്ട് ഓർക്കാപ്പുറത്തൊരു നിമിഷം നമ്മൾ പോലും അറിയാതെ തട്ടിയെടുത്തകലുന്ന കാലത്തിൻ്റെ വികൃതിയെ മറ്റെന്ത് വിളിക്കാനാണ്? ഒരിക്കലും ചേരാൻ സാധ്യതയില്ലാത്ത മനുഷ്യരെ തമ്മിൽ ചേർത്ത് വയ്ക്കുകയും ചേർന്നിരിക്കാൻ ഏറെ കൊതിച്ചവരെയൊക്കെ ഒരു കാരണവുമില്ലാതെ വേർപ്പെടുത്തി കളയുകയും ചെയ്യുന്ന ആ വികൃതിക്ക് പിന്നെ വിധി എന്നല്ലാതെ എന്തു പറയാനാണ്? വിദ്യ പഠിപ്പിച്ചെന്ന അവകാശത്തിൽ ആ വിദ്യ പ്രയോഗിക്കേണ്ട പെരുവിരൽ തന്നെ പകരം ചോദിച്ച ഗുരുവിനെ പോലെ ആഗ്രഹിച്ചതിൻ്റെ 1000-ലൊരംശം തന്നിട്ട് സന്തോഷങ്ങളെ മുഴുവൻ തട്ടിയെടുക്കുന്ന കാലത്തിൻ്റെ അനീതിയിൽ വേറെന്തു പറഞ്ഞാണ് സമാധാനം കണ്ടെത്തുക? സ്വന്തം സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോകുമ്പോൾ സ്വയം സമാധാനിക്കാൻ ആ വാക്കില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യരൊക്കെ എന്തു പറഞ്ഞാണ് സമാധാനം കണ്ടെത്തുക? ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മേലെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത നമ്മുടേതല്ലാത്ത ഒരു കടിഞ്ഞാൺ പിടിമുറുക്കുമ്പോൾ വലിയ നോവുള്ള ആ ചെറിയ വാക്ക് വല്ലാത്തൊരു സമാധാനം തന്നെയാണ്. കടപ്പാട്. ഒരു തുള്ളി ജലം ചെളിയിൽ വീണാൽ അത് ചെളിവെള്ളമായിത്തീരും. അതേ വെള്ളത്തുള്ളി ഒരു പുണ്യനദിയിൽ വീഴുമ്പോൾ അത് തീർത്ഥമായിത്തീരും. അതേ ജലം ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് വീണാൽ കത്തിക്കരിഞ്ഞ് നീരാവിയായിത്തീരും. ഒരിലയിൽ വീണാൽ അത് മുത്തുപോലെ തിളങ്ങുകയും ചിപ്പിക്കുള്ളിൽ വീണാൽ അത് മുത്തായിത്തീരുകയും ചെയ്യും. ഇവിടെ ജലം ഒന്ന് തന്നെയാണ്, പക്ഷേ അത് ഏത് അന്തരീക്ഷത്തിലും ചുറ്റുപാടിലുമാണോ ഉള്ളത് അതിനനുസരിച്ച് രൂപം മാറുന്നതായി കാണാം. ഇതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കൂട്ടായ്മകളും എങ്ങനെ തന്നെയാണോ നമ്മളും അങ്ങനെയായിത്തീരും. ചിലരുമായുള്ള ചങ്ങാത്തം നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുമ്പോൾ മറ്റു ചിലരുമായുള്ള ചങ്ങാത്തം നമ്മുടെ ജീവിതം തന്നെ സുന്ദരമാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ എല്ലാ ബാധ്യതയും നമുക്കുണ്ട്. കാരണം നമ്മുടെ ചുറ്റുപാടുകളും കൂട്ടായ്മയും എങ്ങനെയാണോ നമ്മളും അതുപോലെയായിത്തീരും. ഒരു തുള്ളി ജലം ചെളിയിൽ വീണാൽ നല്ല ചിന്ത. 1140 ജർമ്മനിയിലാണ് കഥ നടക്കുന്നത്. വെറും കഥയല്ല, ചരിത്രം. വെയിൻസ്ബർഗ് കോട്ട രാജാവ് കോൺറാഡ് മൂന്നാമൻ വളഞ്ഞു. മുഴുവൻ ആൾക്കാരെയും ബന്ദികളായി പിടിച്ച് കോടതിയിൽ ഉണ്ടായിരുന്നു. നിസ്സഹായരായ വനിതകളെ കണ്ടപ്പോൾ രാജാവിന് അമ്മയെ ഓർമ്മ വന്നു. അയാൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. സ്ത്രീകൾക്ക് മാത്രമായി ഈ കോട്ടയിൽ നിന്ന്
ഈ കോട്ടയിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു പോകാം. ഒപ്പം അവർക്ക് ഈ കോട്ടയിൽ നിന്ന് ചുമന്നു കൊണ്ടുപോകാൻ പറ്റുന്ന അമൂല്യമായ എന്തും സൗജന്യമായി കൊണ്ടുപോകാം. സമ്പന്നത നിറഞ്ഞ ആ കോട്ടയിൽ മനോഹരമായ രത്നങ്ങളും വൈരങ്ങളും സ്വർണ്ണമാലകളും അലങ്കാര കോപ്പുകളും യഥേഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകൾ ചുമലിലേറ്റിയത് അവരവരുടെ പ്രിയതമനെയായിരുന്നു. അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അവരവരുടെ ഭർത്താവിനെയായിരുന്നു. രാജാവിന് സ്ത്രീകളോട്, വിശേഷിച്ച് ആ കോട്ടയിൽ ഉണ്ടായിരുന്നവരോട് മമതയും ബഹുമാനവും ഏറി. അവരോടുള്ള ആദരവ് നിലനിർത്തി രാജാവ് ആ കോട്ടയ്ക്ക് ദ കാസ്റ്റിൽ ഓഫ് വൈഫ്ലി ലോയാലിറ്റി, ഭാര്യ വിശ്വസ്തയുടെ കൊട്ടാരം എന്ന് നാമകരണം ചെയ്തു. പണവും പ്രതാപവും സ്വർണവും സ്വത്തും മാണിക്യവും ഒന്നുമല്ല, അതിനേക്കാൾ ബന്ധങ്ങൾ കാണാൻ അത് മനസ്സിലാവുന്ന ഒരു ദിവസം എല്ലാവർക്കും ജീവിതത്തിൽ വരും. അതിനു മുൻപേ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. കിട്ടി, സഹായിക്കാനുള്ള ആളെ കിട്ടി. വയ്യാത്ത അമ്മാമ ഇതിന് നടക്കണേ. ഇവരെ പാണ്ടിലോരൊന്നും വിളിച്ചാലോ? മോനെ, എന്റെ മോനെ ഇപ്പൊ വരൂ. ഏയ് അതൊന്നും വേണ്ട, അമ്മാമ മോനോട് വിളിച്ചോറാ വരണ്ടാന്ന്. ഞാൻ സെറ്റാക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. പെട്ടെന്ന് വന്നേ, ഒരു അമ്മാമനെ വീട്ടിൽ കൊണ്ടുവിടണം. എവിടെ നീ? അമ്മാമയ്ക്ക് എന്താ പറ്റിയേ? അമ്മാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പ്രായമായില്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം. നീ ഇന്ന് പോയേ വല്ല ഓട്ടോ വിളിച്ച് കൊണ്ടുവന്നൂടെ? എനിക്ക് ഇവിടെ വേറെ പരിപാടിയുണ്ട്. ഓഹോ, എനിക്ക് മനസ്സിലായി. പണിപ്പാളി അമ്മാമ. എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണ ഒരു അച്ഛനുണ്ട്. ആ പുള്ളിനെ ചതിച്ചു. അമ്മാമ നടന്നു നോക്കോ? ഒരു കാര്യം പറയട്ടെ, ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടൊന്നും തൊട്ടിട്ട് പിടിക്കരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്? ഇംഗ്ലീഷ് മീഡിയം ഞാനിപ്പോ കണ്ണൂരാണ്. ഓഹോ, കണ്ണൂര് അങ്കമാലി വഴി കണ്ണൂര്. ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. എന്തുട്ടാണത്? കണ്ണൂര് ബസ് സ്റ്റാൻഡിന്റെ ആംബിയൻസ് ഉണ്ടല്ലേ, എങ്ങനെയുണ്ട്? എടാ പൊട്ട, അതിന് നമ്മള് റെയിൽവേ സ്റ്റേഷനിലല്ലേ. ഓ, ചാളമാക്കരുത് പ്ലീസ്. നോക്കാം ചേട്ടാ, നോക്കാം. ഞാൻ എത്താൻ വൈകും, അന്നേരം നോക്കാം. കുഴപ്പമുണ്ടാവില്ലായിരിക്കും. നോക്കാട്ടാ, നോക്കാം. ശരിയാക്കാം. ഓക്കെ. നിങ്ങളൊക്കെ സഹായിക്കാൻ പോയി എന്നെ വേണം പറയാൻ. അച്ഛൻ ഓർമ്മിച്ചിട്ടുണ്ട്, പുള്ളി നിങ്ങൾ പറ്റിക്കുന്നത്. ഒരു വക വൃത്തികെട്ട സ്വഭാവം കാണിക്കരുതിട്ടാ. അപ്പൊ നിങ്ങൾ കാണിക്കത്തോ? നിങ്ങൾക്ക് എന്തോ ആവല്ലേ? ഒരാവശ്യത്തിന് വിളിച്ച പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. അല്ലാണ്ട് ഒരു ഉടായിപ്പ് ഇറക്കി ആർക്കും ആവശ്യമില്ലാണ്ട് പ്രതീക്ഷ കൊടുക്കരുത്. ഞാനിപ്പോ കണ്ണൂരാണ്. ഓഹോ, സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിട സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ച് ക്ഷമ കരുത്താണ്, കഴിവുകേടല്ല. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ സന്തോഷം പൊട്ടിവിടരും. പ്രഭാഷകൻ 1:23.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്.